അങ്ങനെ ഒരുപാട് ദിവസങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം മലയാളികൾ വളരെ ആകാംക്ഷപൂർവ്വം തെരഞ്ഞെടുക്കുന്ന അർജുന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം കിട്ടി. അപ്പോൾ അർജുന്റെ മൃതദേഹം കിട്ടിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും, അതിനുവേണ്ടി അഹോരാത്രം പണിയെടുത്ത എല്ലാവരെയും നമ്മുടെ നന്ദി അറിയിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വീട്ടിലെ അംഗം, അവരുടെ ഒരു കുടുംബത്തിലെ അംഗം എന്നുള്ള ഒരാൾ, അയാളെ കാണാതാവുക, അത് മരണപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാവുകയും പിന്നീട് വ്യക്തിയുടെ മൃതദേഹം, അതായത് ബോഡി കിട്ടാതെ ഇരിക്കുകയും ചെയ്യുക എന്നുള്ളത് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമാണ്, വേദനാജനകമാണ്. എന്നിരുന്നാൽ പോലും ഈ വിഷയത്തിൽ പറയാൻ വന്നത് അതല്ല. ഇതില് അർജുന്റെ ഈ ഒരു അപകടം നടന്നത് മുതൽ ഇതിനെ പല രീതിയിലുള്ള, പല ആംഗിളുകളിലുള്ള ചർച്ചകൾക്ക്, വഴിത്തിരിവുകൾക്ക് കാരണമായിട്ടുണ്ട്. പലതരം ചർച്ചകൾ ഇതിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇതില് ഒരു കേരളത്തിലെ ഒരു യൂട്യൂബർ അർജുന്റെ മൃതദേഹം കിട്ടാത്തതുമായി ബന്ധപ്പെട്ട് അതിന് തെരച്ചിൽ നടത്തുന്ന മനാഫ് എന്ന ഈ ലോറിയുടെ ഉടമയെ പറ്റി ഒരു യൂട്യൂബർ വളരെ മോശം പ്രചരണം നടത്തുകയുണ്ടായി. ആദ്യം ആ യൂട്യൂബർ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. ഈ മനാഫിന്റെ അന്ന് മുതലുള്ള ബേജാറുകൾ നമ്മൾ കണ്ടിട്ടില്ലേ? അതായത് കട്ടവന് അതല്ലെങ്കിൽ കള്ളത്തരം കാണിച്ചവന്റെ ഒരു ബേജാറ് നമ്മൾക്ക് എല്ലാവർക്കും അയാളുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാനാവും. ഈ ലോറി അവിടെ എത്തി എന്ന് പറയുന്നു, ഈ ചായക്കടയ്ക്ക് മുൻപിൽ നിർത്തിയിട്ട് ചായ കുടിക്കാൻ പോയി എന്ന് പറയുന്നു. അതിന് പിറകിലെ മനാഫ് എന്ന് പറയുന്ന ഈ ലോറിയുടെ ഉടമയെ കുറിച്ചുള്ള ഒരുപാട് നിഗൂഢതകൾ, ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ വസ്തുതകൾ പുറത്തു വരുമ്പോൾ, അത് മാധ്യമങ്ങൾ പുറത്തു പറയുമ്പോൾ അതിനെതിരെ പച്ചത്തെറി വിളിച്ച് അവരവരുടെ സംസ്കാരം കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇനി തപ്പ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് തപ്പ് എന്ന് പറഞ്ഞ് തപ്പേണ്ട ആവശ്യമുണ്ടായിരുന്നു. അത് മനാഫിന്റെ ആവശ്യം മാത്രമായിരുന്നു. വരും നാളുകളിൽ ഈ മനാഫിന്റെ സകല ഉടായ്പകൾ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് പുറത്തു വരിക തന്നെ ചെയ്യണം. ഈ അർജുന്റെ കുടുംബത്തെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണോ 2 ദിവസം മൊബൈൽ റിംഗ് ചെയ്തോ എന്നുള്ളത് കണ്ടെത്തുക തന്നെ വേണം. കാരണം അങ്ങനെ 2 ദിവസം മൊബൈൽ റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അർജുൻ ഒരിക്കലും വെള്ളത്തിലോ അതല്ലെങ്കിൽ ഈ മണ്ണിനോ അടിയിലോ പോയിട്ടില്ല. അത് പുറത്തു തന്നെ ആയിരിക്കും. അതല്ലെങ്കിൽ അർജുന്റെ മൊബൈൽ ഈ 2 ദിവസം മറ്റാരെങ്കിലും ഉപയോഗിച്ചെന്നുള്ളത് കണ്ടെത്തേണ്ടത് ആരാണ്? മനാഫ് എന്ന് പറയുന്ന ഈ ലോറിയുടെ ഉടമയ്ക്കെതിരെ വലിയൊരു കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇയാൾക്ക് കൃത്യമായിട്ട് ഇയാളുടെ വീടും ഇയാളുടെ ഫാക്ടറിയും ഒക്കെ കർണാടക പോലീസ് വന്ന് റെയ്ഡ് നടത്തിയിരുന്നു, പരിശോധിച്ചിരുന്നു. എന്തിനു വേണ്ടിയിട്ടെന്ന് അറിയാമോ? കള്ളത്തടി കടത്തി എന്നുള്ള ആ ഒരു സംശയത്തിന്റെ പേരിൽ കൃത്യമായിട്ടും ഇയാളുടെ പല സ്ഥലങ്ങളിലും റെയ്ഡ് നടത്തിയിരുന്നു. ഓക്കെ, എന്ത് തരം നുണപ്രചരണമാണ് ആ ഒരു സമയത്ത് ഈ യൂട്യൂബർ നടത്തിയിട്ടുള്ളത്? വിദ്വേഷത്തിന്റെ അങ്ങേയറ്റമാണ്. ഈ ലോറി ഉടമയായ മനാഫിനെതിരെ വ്യാജ പ്രചരണത്തിന് ആക്കം കൂട്ടിയ, തുടക്കം കുറിച്ച, അല്ലെങ്കിൽ ഈ വ്യാജ പ്രചരണം നടത്തിയ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഈ യൂട്യൂബർ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? മനാഫിനിയിൽ നിഗൂഢ ലക്ഷ്യമുണ്ട്. മനാഫിന്റെ ഗോഡൌണും അതോടൊപ്പം തന്നെ മനാഫിന്റെ സ്ഥലങ്ങളും കർണാടക പോലീസ് റെയ്ഡ് നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് മരത്തടിയല്ല, ഇതിൽ കള്ളക്കടത്താണ്. ഇത്തരത്തിലുള്ള വളരെ നീചമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ഒരു വ്യക്തിക്കെതിരെ. അത് എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഉന്നയിച്ചത് എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉള്ളിലുള്ള വിഷലിപ്തമായ മനസ്സ് പുറത്ത് ചാടിയതാണ്. അങ്ങനെ കുറെ ആളുകളുണ്ട് കേരളത്തിൽ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. കേരളത്തിൽ പ്രത്യേകിച്ചിട്ടുമുണ്ട്. അത്തരം ആളുകൾക്ക് വലിയൊരു ഫാൻ ബേസ് ഉള്ള സംസ്ഥാനം കൂടിയാണ് കേരളം. പ്രത്യേകിച്ചും മനാഫാണ് ലോറി ഡ്രൈവർ, അപ്പോ സ്വാഭാവികമാണല്ലോ. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ ഒരു ലോറി കിട്ടിയതിനു ശേഷം മനാഫ്, ലോറി ഉടമ കൂടിയായ മനാഫ് പത്രക്കാരെ കണ്ടപ്പോൾ ലോറി കിട്ടിയ സമയത്ത് അതേ സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മളതാണ് നമ്മളതാ. അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുന്നു. മനാഫ് അക്കാര്യത്തിൽ സ്ഥിരീകരണം വരുത്തിയിരിക്കുന്നു. ലോറി തന്റേത് തന്നെയെന്ന്. ഉള്ളിൽ അർജുനുണ്ട്. സംശയമില്ല. അതാ കാണുന്നുണ്ട്. ഉണ്ട് അർജുനുണ്ട്. എത്ര ഉള്ളിൽ തട്ടിയാണ് അദ്ദേഹം ഇത് പറയുന്നുള്ളത് എന്ന് ആ ഒരു കിട്ടിയ സമയത്ത്. കാരണം കഴിഞ്ഞ 75 ദിവസമായി ഈ അർജുനന്റെ ബോഡിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന, അത് കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന
അദ്ദേഹത്തിന്റെ കേവലം ഒരു എന്താണ് ജോലിക്കാരൻ മാത്രമാണ് അർജുൻ ഈ മനാഫിന്റെ. പക്ഷെ അതിനു വേണ്ടി അവിടെ ഈ ഒരു ഷിമോഗയിൽ അവിടെ ക്യാമ്പ് ചെയ്ത് ഇത്രയൊക്കെ പ്രതിസന്ധി ഉണ്ടായിട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടായിട്ടും പലതരം ആംഗിളിലുള്ള ചർച്ചകൾ ഉണ്ടായിട്ടും അദ്ദേഹം ഈ 75 ദിവസവും ഇതിനു വേണ്ടി മാറ്റിവെച്ചു. അവസാനം അദ്ദേഹത്തിന്റെ വാക്ക് പാലിച്ച് ലക്ഷ്യത്തിലെത്തി എന്നാണ് ഈ ഒരു സംഭവം കാണിച്ചു തരുന്നത്. അപ്പൊ ഇത്തരം ഒരു വ്യക്തിക്കെതിരെയാണ് ഗുരുതരമായ ആരോപണങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ വിഷലിപ്തമായ പ്രചരണങ്ങൾ നടത്തിയത്. അത് തീർച്ചയായും അപലപനീയമാണ്. അത് ഇനി ഇത്തരം ആളുകൾ എന്താണ് പിന്നീട് അദ്ദേഹം ഇപ്പോഴും ആ വീഡിയോ ഡിലീറ്റ് ചെയ്തതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കൂടാതെ തന്നെ എന്താണ് മനാഫ് പറഞ്ഞ ചില വാക്കുകൾ കൂടിയുണ്ട്. അതും കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് എൻ്റെ ഒരു കടമേനു, ഞാൻ ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ എൻ്റെ ജോലിക്കാരന് എന്നെ വിശ്വസിച്ചിട്ട് കൊടും കാട്ടിലേക്കൊക്കെ മരം കയറ്റാൻ പോണ എൻ്റെ ജോലിക്കാരനാണ്. ആ ജോലിക്കാരനോട് ഞാൻ കാണിക്കേണ്ട ഒരു ചെറിയൊരു കടമ ഉണ്ട്. എൻ്റെ വീട് കഞ്ഞി കുടിച്ചു പോകണത് ഓനെക്കൊണ്ടാ. അപ്പം അതായത് ഓനെപ്പോലുള്ള എൻ്റെ കൂടെയുള്ള ജോലിക്കാരാണ് നമ്മളെ വളർത്തുന്നത്. അപ്പൊ തീർച്ചയായിട്ടും തിരിച്ച് അങ്ങോട്ടും ചിലതൊക്കെ ചെയ്യേണ്ടതുണ്ട്. ആർക്കും കിട്ടൂല എന്ന് തോന്നിയ സമയത്ത് പല ആളുകളും കമന്റ് ചെയ്ത് ഇവൻ ഭ്രാന്തനാണ്. പക്ഷെ എനിക്ക് 100% ഞാൻ ഒന്നും നോക്കാൻ നിന്നില്ല. എനിക്കറിയാം ഓനെ കിട്ടും. ആ ക്യാബിന്റെ ഉള്ളിൽ തന്നെ ഉറങ്ങുണ്ടാവും. കാരണം അവൻ പ്രത്യേകിച്ച് വണ്ടി നല്ല സൂക്ഷിക്കുന്ന ആളാ. വണ്ടി അവന്റെ കൺമുമ്പ് മാറ്റൂല. ഇതാണ് മനാഫ്. ഈ മനാഫിനെ പറ്റിയാണ് ഇത്തരം ഒരു വ്യാജ പ്രചരണം നടത്തിയത്. 75 ദിവസത്തോളം തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരന് വേണ്ടി അദ്ദേഹം എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടുകാർക്ക് ഞാൻ ഉറപ്പ് കൊടുത്തു എന്നതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് അദ്ദേഹം കൂടി കഷ്ടപ്പെട്ടതിന്റെ വിഹിതമാണ് തന്റെ വീട്ടിലുള്ള ഭക്ഷണം എന്ന് പോലും മനസ്സിലാക്കി അത്തരത്തിൽ ചിന്തിക്കുന്ന മനാഫിനെ പറ്റിയാണ് ഇത്തരം വ്യാജ പ്രചരണങ്ങൾ, വിഷലിപ്തമായ പ്രചരണങ്ങൾ ചില യൂട്യൂബേഴ്സ്, അത്തരം ആളുകൾ നടത്തുന്നുള്ളത്. അവരുടെയൊക്കെ മനസ്സ് ഏത് രീതിയിലുള്ള ആണ് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഏതായാലും അർജുന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരം എന്ന് പറയാവുന്ന രീതിയിലാണ്. കാരണം ആത്യന്തികമായിട്ട് ആ ഒരു ഓർമ്മയ്ക്ക് മൃതദേഹം ബോഡിയെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ എന്നുള്ള രീതിയിൽ ഉള്ള ചെറിയൊരു ആശ്വാസം ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. ഏതായാലും നഷ്ടപ്പെടൽ തന്നെയാണ്. ഏതായാലും ഇത്തരം ആളുകളെ ഇവിടെ നിഷ്കാസനം ചെയ്യേണ്ടതുണ്ട്. ഈ വെറുപ്പിന്റെ പ്രചാരകരെ. അർജുൻ എന്ന ലോറി ഡ്രൈവറുടെ ഉടമ മനാഫായാൽ മനാഫ് എന്നുള്ള പേര് കൊണ്ട് തന്നെ അയാൾ അങ്ങനെ ആണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയും അത്തരം സംഗതികൾ ഉണ്ടാക്കുകയും പ്രചരണം നടത്തുകയും ചെയ്യുന്ന ആളുകളെ തുറന്നു കാണപ്പെടേണ്ടത് തന്നെയാണ്.